പ്രിയമുള്ളവരെ, അക്ഷരം അറിയുന്ന സാധാരണക്കാരായ ആളുകൾക്ക് കൂട്ടി വായനയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം മനോഹരമാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ ക്ലാസ്സാണ്. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിൽ നിന്ന് ഫോളോ ചെയ്യുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الرسول بلغ ما أنزل إليك من ربك. നമ്മുടെ 57ാമത്തെ ക്ലാസ്സാണ്. ഖത്മുൽ ഖുർആൻ്റെ 57ാമത്തെ ക്ലാസ്. സൂറത്തുൽ മാഇദയുടെ 67ാമത്തെ ആയത്താണ് ഓതുന്നത്. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് وإن لم تفعل فما بلغت رسالته. ഇവിടെ വഇല്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞത് പ്രധാനമായും ഇദ്ഗാമും ബിഗുന്നയുടേതാണ്. നമ്മുടെ തുടക്കം മുതലേ ഓരോ വിഷയങ്ങളും നമ്മൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഖത്മുൽ ഖുർആൻ്റെ 1 മുതലുള്ള ക്ലാസ്സുകൾ വളരെ വിലപ്പെട്ട ക്ലാസ്സുകളാണ്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം ആ 1ാമത്തെ ക്ലാസ് കാണിക്കുകയും അതുപോലെ തന്നെ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മുഴുവനായിട്ടുമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അല്ലാഹു തആല മനോഹരമായിട്ട് നല്ല ഇഖ്ലാസോടുകൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് പറയുന്നത്, ഇവിടെ വഇല്ലം സുക്കൂനുള്ള നൂന് വന്നു. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ നൂനിനും തെൻവീനും ഒരുപോലത്തെ നിയമമാണ്. സുക്കൂനുള്ള നൂന് എന്ന് പറഞ്ഞാൽ നൂനിന് സുക്കൂനിൻ്റെ ചിഹ്നം ഉണ്ടാകും, ഇല്ലെങ്കിൽ സുക്കൂനിൻ്റെ ചിഹ്നം ഉണ്ടാവില്ല. ഇവിടെ ചിഹ്നമില്ല, ഒന്നുമില്ലെങ്കിൽ സുക്കൂനാണ്. അപ്പോൾ സുക്കൂനുള്ള നൂന് വന്നു. ഇനി തെൻവീൻ വന്നാൽ ഡബിൾ ഫത്ത്ഹ്, ഡബിൾ കസ്ർ, ഡബിൾ ലൊമ്മായിട്ട് വരുമല്ലോ, ഇതാണ് തെൻവീന്. ഈ തെൻവീനുകൾക്ക് ശേഷം വരുന്ന അക്ഷരം ഏതാണ്, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം വരുന്ന അക്ഷരം ഏതാണ്? ഇവിടെ ലാമാണല്ലോ വന്നിട്ടുള്ളത്. വഇല്ലം ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ശേഷമുള്ള അക്ഷരം ഏതാണ് നോക്കണം. ഏത് വന്നാലും സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഏത് അക്ഷരം വന്നാലും അതിനൊരു നിയമമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നൗമി ആയിരുന്നു. നൂന് വാവ് മീമിയായി. നൂനിൻ്റെ ശേഷം നൂന് വന്നു, അല്ലെങ്കിൽ നൂനിൻ്റെ ശേഷം വാവ് വന്നു, അല്ലെങ്കിൽ നൂനിൻ്റെ ശേഷം മീം വന്നു, അല്ലെങ്കിൽ യാ വന്നു. അപ്പോൾ അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ് നിയമം. കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക, അല്ലേ? കൂട്ടി യോജിപ്പിച്ചിട്ട് മണിക്കുക. എന്നാൽ ഇവിടെ കൂട്ടി യോജിപ്പിക്കൽ മാത്രമുള്ളൂ, മണിക്കരുത്. വൈല്ലം അങ്ങനെ ആ രൂപത്തിൽ പറയാൻ. അപ്പൊ ഇവിടെ ഇങ്ങനെ നൂനിനെ ലാമിലേക്ക് കൊടുക്കുക. അപ്പൊ നൂന് ഉച്ചരിക്കുകയില്ല, നൂന് പറയുകയില്ല, പറയാൻ പാടില്ല. വഇൻ ലം എന്ന് പറയരുത്. വഇല്ലം നൂനിന്റെ ശേഷം ലാമ് വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നയാണ് നിയമം. മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇന്ന് പറയുന്നത് ലാമിന്റെയും റാഇന്റെയും നിയമമാണ്. ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരങ്ങൾ 2 എണ്ണമാണ്. ലാമും റാഉമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 അക്ഷരം വന്നാൽ എങ്ങനെയാണ് വായിക്കേണ്ടത്? വഇല്ലം. പ്രത്യേകിച്ച് മക്കളൊക്കെ നമ്മുടെ ക്ലാസ് മുതിർന്നവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരെന്ത് ചെയ്യുക, മക്കൾക്ക് സ്പെഷ്യലായിട്ട് ക്ലാസ് ആവശ്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ രക്ഷിതാക്കളായ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓതേണ്ട രൂപങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കുക, എന്നിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് വിജയകരമായിട്ട് നമുക്ക് നല്ല ഉഷാറായിട്ട് മക്കളെ പഠിപ്പിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും നല്ല കഴിവോടുകൂടെ തന്നെ പഠിപ്പിക്കാനൊക്കെ ഉള്ള നല്ല ഇഖ്ലാസ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഇഖ്ലാസുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ
ഇതിന് നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയാതെ പഠിപ്പിക്കുമ്പോൾ വലിയ തെറ്റുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മദ്രസയിൽ നിന്ന് 1-2 മണിക്കൂർ വെച്ചുകൊണ്ട് ഉസ്താദുമാർ പഠിപ്പിക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മെനക്കെട്ട് കൊണ്ട് നമുക്കൊരു കുട്ടിയല്ലല്ലോ, അല്ലെങ്കിൽ 1-2 കുട്ടികളുണ്ടാവും പഠിപ്പിക്കേണ്ട കുട്ടികളെ. ചെറിയ കുട്ടികളാണല്ലോ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പഠിപ്പിക്കാൻ കഴിയും. പക്ഷേ അത് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ഫലപ്രദമായ രൂപത്തിൽ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി ആരെങ്കിലും മക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ലോണം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഓതേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണത്ത് കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് മറ്റ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിലൊക്കെ ഒന്ന് അയച്ചാൽ അതിനൊക്കെയുള്ള കഴിവിൻ്റെ പരമാവധി മറുപടി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വായിക്കേണ്ട രൂപം, ഓതേണ്ട രൂപം وَإِلَّمْ تَفْعَلْ فَمَا بَلَّغْتَ رِسَالَتَهُ وَاللَّهُ يَعْصِمُكَ مِنَ النَّاسِ إِنَّ اللَّهَ لَا يَهْدِي الْقَوْمَ الْكَافِرِينَ. ഒന്നുകൂടി. يَا أَيُّهَا الرَّسُولُ بَلِّغْ مَا أُنزِلَ إِلَيْكَ مِنْ رَبِّكَ وَإِنْ لَمْ تَفْعَلْ فَمَا بَلَّغْتَ رِسَالَتَهُ وَاللَّهُ يَعْصِمُكَ مِنَ النَّاسِ إِنَّ اللَّهَ لَا يَهْدِي الْقَوْمَ الْكَافِرِينَ. നമ്മുടെ ക്ലാസ് ഖത്മുൽ ഖുർആനാണ്. 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നിങ്ങൾ ഖത്മ് തീർക്കാം ഇൻഷാ അല്ലാഹ്. പരമാവധി കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചാൽ വലിയ സന്തോഷമാണ്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. ഖുൽ യാ അഹ്ലൽ കിതാബി ലസ്തും അലാ ശൈഇൻ ഹത്താ തുഖീമുത് തൗറാത വൽ ഇൻജീൽ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീൻ്റെ ശേഷം ലാമോ റാഅ വന്നാൽ മാത്രമേ കാര്യമായിട്ട് പറയുന്നുള്ളൂ. വമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. ഇവിടെ നിയമം ഇദ്ഗാമും ബിലാഗുന്ന. കാരണം എന്താ, മിർ റബ്ബിക്കും എന്നുള്ളടത്ത് നൂനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം റാഅ വന്നു. നേരത്തെ വന്ന് ലാമായിരുന്നു അല്ലേ, വ ഇല്ലം എന്നാ നേരത്തെ പറഞ്ഞത്. ഇവിടെ റോ ആണ്, ഇദ്ഗാം ബിലാഗുന്നയാണ്. എന്താണ്, നൂനിനെ റയിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, വേറൊന്നും ചെയ്യേണ്ട. മിൻ റ എന്ന് പറയരുത്. മിർ റബ്ബിക്കും വലയസീദന്ന കസീറൻ മിൻഹും മാ ഉൻസില ഇലൈക മിർ റബ്ബിക തുഗ്യാനൻ വകുഫ്റാ. അവിടെ എന്താ നിയമം, ഇദ്ഗാമും ബിഗുന്നയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. തൻവീൻ്റെ ശേഷം വാ വന്നു. ഇവിടെ എന്താണ്, നൂനിൻ്റെ ശേഷം റാ വന്നു. റാവും ലാമും ഇദ്ഗാമും ബിലാഗുന്നയാണ്. തുഗ്യാനൻ വകുഫ്റാ, അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്. إليك من ربك طغيانا وكفرا فلا تأس على القوم الكافرين. قل يا أهل الكتاب لستم على شيء حتى تقيموا التوراة والإنجيل. നിർത്തുമ്പോൾ ശബ്ദിക്കുക. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് അല്ലേ, തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ അല്പം നീട്ടണം. വൽ ഇൻജീൽ വമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലയസീദന്ന കസീറൻ മിൻഹും മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. ശദ്ദുള്ള നൂന് മീമ് എവിടെ കണ്ടാലും മണിക്കുക. إليك من ربك طغيانا وكفرا فلا تأس على القوم الكافرين. إن الذين آمنوا والذين هادوا والصابئون والنصارى من آمن بالله. من അവിടെ വ്യക്തമാക്കണം.
മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ യൗമിൽ ആഖിർ. റാഇന് സുക്കൂൻ നിർത്തിയപ്പോൾ റാഇന് സുക്കൂനായി, അവസാനത്തെ അക്ഷരം സുക്കൂൻ ചെയ്യണമല്ലോ. അപ്പോൾ റാഇന് സുക്കൂന് തൊട്ട് മുമ്പ് കസറായതുകൊണ്ട് തർക്കീക്ക് ചെയ്യണം. വൽ യൗമിൽ ആഖിർ, ആഖിർ എന്ന് പറയരുത്, ആഖിർ. وعمل صالحا فلا خوف عليهم ولا هم يحزنون. إن الذين آمنوا والذين هادوا والصابئون والنصارى من آمن والنصارى അവിടെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. മൻ ആമൻ അവിടെയാണ് നിർത്തുന്നതെങ്കിൽ നൂന് സുക്കൂൻ ചെയ്യണം. മൻ ആമൻ വേറൊന്നും ചെയ്യണം, മുമ്പുള്ളത് നീട്ടാനൊന്നുമില്ല. മൻ ആമൻ آمن بالله واليوم الآخر وعمل صالحا. തൻവീൻ ഫത്താണ്, തൻവീൻ ഫത്ത് നിർത്തേണ്ടത് സ്വാലിഹ. തൻവീൻ ഫത്തും നീട്ടാനുള്ളതും നീട്ടുക അല്ലേ, ബാക്കിയുള്ളതൊക്കെ സുക്കൂൻ ചെയ്യുക. وعمل صالحا فلا خوف عليهم ولا هم يحزنون. لقد أخذنا ميثاق بني إسرائيل وأرسلنا إليهم رسلا كلما جاءهم رسول بما لا تهوى. നിർത്തുമ്പം അത്ര നീട്ടിയാൽ മതി, നിർത്തുന്നില്ല എങ്കിൽ بما لا تهوى أنفسهم فريقا. ഇവിടെ എന്ത് ചെയ്യണം? റസൂലും ബിമ, തൻവീൻ്റെ ബ ആണ് വന്നിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്യണം? മറിച്ച് മണിക്കണം, മീമാക്കി മറിച്ച് എന്ത് ചെയ്യണം? മണിക്കണം അല്ലേ. كلما جاءهم رسول بما لا تهوى أنفسهم فريقا كذبوا وفريقا يقتلون. ഇൻഷാല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ലാമും റാവും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. لقد أخذنا ميثاق بني إسرائيل وأرسلنا إليهم رسلا كلما جاءهم رسول بما لا تهوى أنفسهم فريقا كذبوا وفريقا يقتلون. 71. وحسبوا ألا تكون فتنة فعموا وصموا ثم تاب الله عليهم ثم عموا وصموا كثير منهم. ഇവിടെ എന്താണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ തൻവീനേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന കസീറുമ്മി മണിക്കും ചെയ്യണം. കസീറുമ്മി മണിച്ചു അലക്കൂട്ടി. ഇനി എന്ത് ചെയ്യണം? മണിക്കും ചെയ്യണം. കസീറുൻ എന്ന തൻവീനാണ് മീമിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മീമിന് ശബ്ദം വരുന്നത്. റുമ്മി. അപ്പം നൂന് പറയാതെ നൂന് മീമിലേക്ക് കൊടുക്കുന്നു, മീമ് മണിക്കുകയും ചെയ്യുന്നു. ثم عموا وصموا كثير منهم والله بصير بما يعملون. وحسبوا ألا تكون فتنة فعموا وصموا ثم تاب الله عليهم ثم عموا وصموا كثير منهم
والله بصير بما يعملون لقد كفر الذين قالوا إن الله هو المسيح ابن مريم إن الله هو المسيح ابن مريم مسيح ابن حبن هو المسيح ابن حبن إن الله هو المسيح ابن مسيح അതിൻ്റെ അടിയിൽ വസ്ലിൻ്റെ അംസയുണ്ട്, അത് ചേർത്തി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. മസീഹുബ് മസീഹുബ് മസീഹുബ്നു മസീഹുബ്നു മറിയം وقال المسيح يا بني إسرائيل اعبدوا يا بني إسرائيل اعبدوا الله ربي وربكم يا بني إسرائيل اعبدوا يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة فقد حرم الله ഇതിനു മുമ്പ് കണ്ടില്ല മയ്യുഷിരിക്കു അവിടെ എന്താണ് നൂനിന് ശേഷം യാ ആണ്, ലാമു റാവുമല്ല. അപ്പൊ പിന്നെ മയ്യു എന്ന് പറയില്ല. അതിന് പുറമെ ഇദ്ഗാമും ബിഗുന്നയാണ്, നൗമിയാണ്, നൂന് വാവ് മീമിയ. അവിടെ എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മയ്യു എന്ന് പറയാം, മണിക്കുകയും ചെയ്യണം. അതാണ് ഇദ്ഗാമും ബിഗുന്നയും ഇദ്ഗാമും ബിലാഗുന്നയും തമ്മിൽ വ്യത്യാസം. എന്താ? കൂട്ടി യോജിപ്പിക്കൽ രണ്ടിലും കൂട്ടി യോജിപ്പിക്കലുണ്ട്. പക്ഷേ ഇദ്ഗാമും ബിഗുന്നയാവുമ്പോൾ മണിക്കണം, ഇദ്ഗാമും ബിലാഗുന്ന മണിക്കാൻ പാടില്ല എന്നർത്ഥം. മിർ റബ്ബിക മിർ എന്ന് പറയണ്ട. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. മയ്യുശ്രിക് ബില്ലാഹ് فقد حرم الله عليه الجنة ومأواه النار فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار لقد كفر الذين നൂനിൻ്റെ അവിടെ നിർത്തി. لقد كفر الذين ലാമിന് ശബ്ദുണ്ട്, ശബ്ദം ചെയ്യണ്ട. അവിടെ ഇങ്ങനെ ആ ശബ്ദം വന്നെന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, തൻവീൻ്റെ ശേഷവും അതുപോലെ തന്നെ നൂനിൻ്റെ ശേഷമോ ലാമ് വന്നാൽ കൂട്ടി യോജിപ്പിക്കണം. ഇവിടെ അതിന് മുമ്പുള്ള ആയത്ത് കണ്ടില്ലേ? وما للظالمين من أنصار. അവിടെ നിർത്താതെ പോകുകയാണെങ്കിൽ മിൻ അൻസ്വാരില്ലഖദ് കഫറല്ലദീൻ അൻസ്വാരില്ല അതിനു വേണ്ടിയാണ്. അവിടെ ഒരാൾക്ക് നിർത്തണം, എന്ത് നിർബന്ധമില്ല. ആ ആയത്ത് നിർത്താതെ ചെയ്ത് ഒരാളെ ഓതാണെങ്കിൽ ഇങ്ങനെ ഓതാം. അൻസ്വാരില്ലഖദ് അൻസ്വാരില്ല അൻസ്വാരില്ല എന്ന് പറയുന്നത് അൻസ്വാരില്ലഖദ്. അപ്പൊ നമ്മൾ ആയത്തിന്റെ അവസാനം ഇതുകൊണ്ട് നിർത്തുക. ലഖദ് കഫ, അപ്പൊ പിന്നെ തുടങ്ങുമ്പം ശബ്ദ വരില്ല. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. അവിടെ ത ആണ്, ഹാത്ത ആണ് അല്ലേ? ഹാത്ത എന്ത് ചെയ്യണം? സുക്കൂനുള്ള ഹാക്കിന് മാറ്റാം. സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹു വാഹിദ് ഇലാഹു വാഹിദ്. തൻവീന് ശേഷം വാവ് വന്നു. ഇല്ലാ ഇലാഹു വാഹിദ്. ഇലാഹു വാഹിദ് എന്നല്ല മണിക്കണം. നൂന് വാവ് മീമിയ. നൂനിൻ്റെ ശേഷമോ തൻവീൻ്റെ ശേഷമോ ഇലാഹുൻ എന്ന തൻവീന് വന്നു. അതിന് ശേഷം വ എന്നാണ് വന്നിട്ടുള്ളത്. ഇനി വ ഇല്ലം, നേരത്തെ പറഞ്ഞതുപോലെ വ ഇല്ലം, നൂനിൻ്റെ ശേഷം ലാമ് വന്നു. വായിക്കേണ്ടത് ഇങ്ങനെയാണ്: വ ഇല്ലം
وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم لقد كفر الذين قالوا إن الله ثالث ثلاثة وما من إله إلا إله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا നൂനുണ്ട് സീനുണ്ട് ഷദ് രണ്ടിനും ഷദ് കൊടുക്കണം കട്ടി കൊടുക്കണം നൂന് മണിക്കുകയും ചെയ്യണം ലയമസ്സന്നല്ലദീന കഫറൂ മിൻഹും അദാബുൻ അലീം അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം. ഗഫൂറുൻ എന്ന തൻവീനാണുള്ളത്. ഇതിന് ശേഷം റ വന്നു. കൂട്ടി യോജിപ്പിക്കുക, വേറൊന്നും ചെയ്യണ്ട. ഗഫൂറുർ റഹീം, ഗഫൂറുൻ എന്നും പറയരുത്. ഗഫൂറുർ റഹീം. അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം. മാ എന്നാണുള്ളത്. ഷദ്ദുണ്ട്. ഷദ്ദ് തുടക്കത്തിലായതുകൊണ്ട് ഒഴിവാക്കണം. പിന്നെ മാ എന്നാണുള്ളത് അല്ലേ. അതിന് ശേഷം എന്താണ്? ലാമിന് സുക്കൂനാണ്. ഉച്ചരിക്കാനുള്ള അക്ഷരം മാൽ എന്നാണുള്ളത്. അപ്പോൾ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദോ വന്നാൽ പിന്നെ മാ എന്ന് നീട്ടുകയില്ല. നീട്ടാനുള്ളത് ഒഴിവാകും. മാന്നായാലും മീനായാലും മൂ എന്നായാലും അതിലുള്ള യാവും വാവും അലിഫൊക്കെ ശേഷമുള്ളത് സുക്കൂനോ അല്ലെങ്കിൽ ശബ്ദോ വന്നാൽ മാൽ എന്ന് പറയില്ല. മൽ മസീഹു ഇബ്നു മർയമ ഇല്ലാ റസൂലുൻ قد خلت من قبله الرسل وأمه صديقة كانا يأكلان الطعام كانا يأكلان ഒരലിഫുണ്ട് എന്നിട്ട് كانا يأكلان الطعام നേരത്തെ പറഞ്ഞല്ലോ നീട്ടാനുള്ളതിന് ശേഷം സുക്കൂനോ ശബ്ദ വന്നാൽ ഇവിടെ യാന്നാണുള്ളത്. അപ്പോൾ അവിടെ നീട്ട് തന്നെ വേണം. كانا يأكلان الطعام انظر അവിടെ തുടക്കാണെങ്കിൽ ഇങ്ങനെ വായിക്കാം. انظر كيف نبين لهم الآيات ثم انظر أنا يؤفكون ما المسيح ابن مريم إلا رسول قد خلت من قبله الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات. തായിന് സുക്കൂൻ ചെയ്ത് നിർത്തിയപ്പോൾ നിർത്തുക എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുക അല്ലേ. ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. അതിൻ്റെ പേരാണ് വഖഫ് എന്ന് പറയുക. ثم انظر أنا يؤفكون قل أتعبدون من دون الله ما لا يملك لكم ضرا ولا نفعا والله هو السميع العليم. قل أتعبدون من دون الله ما لا يملك لكم ضرا ولا نفعا والله هو السميع العليم. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിൽ എന്ത് ചെയ്യാം? ഇന്ന് പ്രധാനമായും പറഞ്ഞത് ലാമും റാവുമാണ്. ഇദ്ഗാമും ബിലാഗും തന്നെയാണ്. മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക അല്ലേ. മിർ റബ്ബിക മില്ലദുൻ മില്ല മിൻ ല എന്നുള്ളത് മില്ല. ഇതാണ് ഇപ്പോൾ മെയിനായിട്ട്. അപ്പം ഇനി എവിടെ കണ്ടാലും ആ രൂപത്തിൽ ഓതുക. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ നല്ല നിയ്യത്തോടുകൂടെ പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടായി
മാറ്റാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ ചെല്ലുന്ന സമയത്ത്, ഖബറിൽ ചെല്ലുന്ന സമയത്ത്, മഹ്ശറിൽ ചെല്ലുന്ന സമയത്ത്, മീസാൻ എന്ന തുലാസ് തൂക്കുന്ന സമയത്ത്, സിറാത്ത് പാലം കടക്കുന്ന സമയത്ത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ റഹ്മാനായ റബ്ബിൻ്റെ ലിഖാ കാണുന്നത് വരെ നമ്മുടെ കൂടെ എപ്പോഴും ആ വിശുദ്ധ ഖുർആനെ കൊണ്ട് നടക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള ഒരു അവസരമായിട്ട് നമ്മിൽ നിന്നും ഈ വിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ പാരായണം ചെയ്യുന്നു, നമ്മളൊക്കെ വീട്ടിൽ നിന്നൊക്കെ പാരായണം ചെയ്യുന്നൊക്കെ അല്ലാഹു തആല അതൊക്കെ ആ രൂപത്തിലേക്ക് മാറ്റാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ നല്ല നിയ്യത്തോടു കൂടെ പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സഹോദരിയുടെ അനിയത്തിക്ക് വീട് പണി തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങളായി. കാര്യങ്ങൾ അങ്ങോട്ട് റാഹത്തായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അല്ലാഹു തആല എല്ലാം റാഹത്താക്കി കൊടുക്കട്ടെ. ഭംഗിയായിട്ട് അതൊക്കെ പൂർത്തീകരിക്കാനും അതിൽ വിട്ടുകൂടാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല എല്ലാവർക്കും, അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളിൽ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بسم الله الرحمن الرحيم. يا أيها الرسول بلغ ما أنزل إليك من ربك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس إن الله لا يهدي القوم الكافرين. إن الله لا يهدي القوم الكافرين. قل يا أهل الكتاب لستم على شيء حتى تقيموا التوراة والإنجيل وما أنزل إليكم من ربكم وليزيدن كثيرا منهم ما أنزل إليك من ربك طغيانا وكفرا فلا تأس على القوم الكافرين. إن الذين آمنوا والذين هادوا والصابئون والنصارى من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون. لقد أخذنا ميثاق بني إسرائيل وأرسلنا إليهم رسلا كلما جاءهم رسول بما لا تهوى أنفسهم فريقا كذبوا وفريقا يقتلون وحسبوا ألا تكون فتنة فعموا وصموا ثم تاب الله عليهم ثم عموا وصموا كثير منهم والله بصير بما يعملون. لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار.
لقد كفر الذين قالوا إن الله ثالث ثلاثة وما من إله إلا إله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم أفلا يتوبون إلى الله ويستغفرونه والله غفور رحيم ما المسيح ابن مريم إلا رسول قد خلت من قبله الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات ثم انظر أنا يؤفكون قل أتعبدون من دون الله ما لا يملك لكم ضرا ولا نفعا والله هو السميع العليم صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم